Hey all, this is Cheethan. ബാക്കി ഭാഗം നോക്കാം നമുക്ക്. നിങ്ങളിലൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുക്രിസ്തു തന്റെ ശിഷ്യരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന അത്ഭുതം, ഭയം, കുറ്റബോധം തുടങ്ങിയ മാനസിക വികാരങ്ങളാണ് അന്ത്യാത്താഴത്തിൽ പ്രതിഫലിക്കുന്നത്. മൊണാലിസയുടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിനടിയിലത്തെ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകൾ തട്ടിൽ വരച്ച ചുമർ ചിത്രങ്ങളും അന്ത്യവിധിയും മൈക്കലാഞ്ചലോ എന്ന മറ്റൊരു പ്രതിഭാശാലിയെ അനശ്വരനാക്കുന്നു. ശക്തരും സുന്ദരരുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു. നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് 2 ചിത്രകാരന്മാരായിരുന്നു ടിഷ്യനും റാഫേലും. മനുഷ്യരെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു. ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും ഊന്നൽ നൽകി. ഇനി ശില്പകല എന്താണെന്ന് നോക്കാം. ചിത്രകല പോലെ ശ്രദ്ധേയമായ മറ്റൊരു രംഗം ശില്പകലയായിരുന്നു. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയരായ ശില്പികളിൽ ഒരാളായിരുന്നു ഡൊണാഡെല്ലോ. മധ്യകാല ഗോത്തിക് ശൈലിയിൽ നിന്നും ശില്പകലയെ മോചിപ്പിച്ച അദ്ദേഹം ശില്പങ്ങൾക്ക് കൂടുതൽ ഊർജവും വ്യക്തിത്വവും പകർന്നു. ഒരു കാലിൽ തന്റെ ശരീരഭാരം പൂർണ്ണമായും താങ്ങുന്ന ഒരു കൗമാരക്കാരനെ അദ്ദേഹം ദാവീദ് എന്ന വെങ്കല ശില്പത്തിലൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഗത്താമെലാത്ത എന്ന കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിന്റെ ശില്പം പ്രാചീന റോമിലെ കുതിരപ്പടയാളികളെ ഓർമ്മിപ്പിക്കുന്നു. മതേതരനായ ഒരു വീരനെ അനശ്വരനാക്കുക എന്ന ദൗത്യമാണ് ഡൊണാഡെല്ലോ അതിൽ നിർവഹിച്ചിരിക്കുന്നത്. മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങൾ പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയിൽ നിന്നും വഴിമാറി സഞ്ചരിച്ചു. ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന മീരിയെ ചിത്രീകരിക്കുന്ന ശില്പമായ പിയത്തയും വീരനായ ദാവീദിന്റെ ശില്പവും അദ്ദേഹത്തെ അനശ്വരനാക്കി. വാസ്തുവിദ്യ എന്താണെന്ന് നോക്കാം. ചിത്രകലയ്ക്കും ശില്പകലയ്ക്കും പുറമെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റൊരു മേഖല വാസ്തുവിദ്യാരംഗമായിരുന്നു. ഫിലിപ്പോ ബ്രൂണലസ്കി വാസ്തുവിദ്യാരംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗോത്തിക് വാസ്തുവിദ്യാ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പ്രാചീന ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ ശൈലി നമ്മൾ പഠിച്ചില്ലേ, പ്രാചീന ഗ്രീക്കോ റോമൻ ശൈലിയുടെ സ്വാധീനം അദ്ദേഹം ഫ്ലോറൻസിൽ നിർമ്മിച്ച കത്തീഡ്രലിൽ കാണാം. ഗോത്തിക് ശൈലിയിലെ ഉയർന്ന ഗോപുരങ്ങൾക്ക് പകരം താഴികക്കുടങ്ങളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. ഇവയെ പറയുന്നത് എന്താ? ഡ്യൂമോ. മൈക്കലാഞ്ചലോ, ബ്രമാന്തെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റോമിൽ പണി കഴിപ്പിച്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ ശൈലി കൂടുതൽ പ്രകടമാണ്. ഇനി എന്താണ് ഗോത്തിക് ശൈലി? മധ്യകാലത്തിന്റെ 2ാം പകുതിയിൽ യൂറോപ്പിൽ വികസിച്ചു വന്ന വാസ്തുവിദ്യാ ശൈലിയായിരുന്നു ഗോത്തിക് ശൈലി. ഫ്രാൻസിലാണ് ഇത് ഉദയം കൊണ്ടത്. മുനെയുള്ള കമാനങ്ങൾ ഇതിന്റെ പ്രധാന സവിശേഷതയായിരുന്നു. നിരവധി ദേവാലയങ്ങളും സർവകലാശാലകളും ഈ മാതൃകയിൽ യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ടു. ഇനി എന്താണ് നവോത്ഥാന സാഹിത്യം എന്ന് നോക്കാം. നമ്മുടെ വിധിയെ നിർണയിക്കാൻ കഴിയുന്നത് നക്ഷത്രങ്ങൾക്കല്ല, നമുക്ക് തന്നെയാണ്. ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വരികളാണിത്. നവോത്ഥാന സാഹിത്യകാരർ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതേതര മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകി. മധ്യകാലത്ത് നിലനിന്നിരുന്ന സ്കോളാസിസത്തിൽ നിന്നുമുള്ള മോചനമായിരുന്നു നവോത്ഥാന സാഹിത്യത്തിന്റെ അടിസ്ഥാന സവിശേഷത. പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും ലാറ്റിൻ ഭാഷയ്ക്ക് പകരം പ്രാദേശിക ഭാഷയിലാണ് മിക്ക നവോത്ഥാന സാഹിത്യകാരരും രചനകൾ നടത്തിയത്. ഗദ്യ സാഹിത്യത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. നവോത്ഥാന കാലത്തെ ശ്രദ്ധേയനായ സാഹിത്യകാരനായിരുന്നു ഡിവൈൻ കോമഡിയുടെ രചയിതാവായ ദാന്തെ. നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള ദാന്തെയുടെ സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കവിതയുടെ പ്രമേയം. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വാതന്ത്ര്യവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇതിൽ ശക്തമായി പ്രതിഫലിക്കുന്നു. ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ
ഡിവൈൻ കോമഡി രചിച്ചത്. മറ്റൊരു വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ പെട്രാർക്ക് മാനവികതയുടെ പ്രധാന പ്രചാരകരിലൊരാളായിരുന്നു. അദ്ദേഹം ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ ധീരവും വേറിട്ട ശൈലിയുമുള്ളവയായിരുന്നു. എന്നാൽ ലാറ്റിൻ ഭാഷയെ ഉപേക്ഷിക്കാൻ പെട്രാർക്ക് തയ്യാറായിരുന്നില്ല. ഡക്കാമറൺ എന്ന കൃതിയുടെ രചയിതാവായ ബൊക്കാച്ചിയോ മറ്റൊരു വിഖ്യാതനായ നവോത്ഥാന സാഹിത്യകാരനായിരുന്നു. ദി പ്രിൻസ് എന്ന കൃതിയിൽ നിക്കോളോ മാക്യുവെല്ലി രാഷ്ട്രീയ ചിന്തകളാണ് പങ്കുവെക്കുന്നത്. താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ അധികാരവും സുരക്ഷയും നിലനിർത്തുക എന്നത് ഭരണാധികാരിയുടെ സുപ്രധാന കടമയായി അദ്ദേഹം കരുതി. ജനങ്ങൾ പൊതുവെ സ്വാർത്ഥരും അധികാരത്തോട് ഓരോ രാജാവും ക്രൂരതയില്ലാത്ത കരുണാർദ്രൻ എന്ന സൽപ്പേര് ആഗ്രഹിക്കണം. അതേസമയം ആ കരുണ മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും അദ്ദേഹം ശ്രദ്ധിക്കണം. അതിനാൽ തന്റെ ജനങ്ങൾക്കിടയിൽ ഐക്യവും വിശ്വസ്തതയും നിലനിർത്തുന്നതിനു വേണ്ടി ക്രൂരൻ എന്ന പേര് കേൾക്കേണ്ടി വന്നാലും ഒരു രാജാവ് അത് വകവെക്കേണ്ടതില്ല. രാജാവിനെ കുറിച്ചുള്ള മാക്യുവെല്ലിയുടെ കാഴ്ചപ്പാടാണിത്. മാനവികതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ചില വനിതകളും ഇക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്നു. ഇവരിൽ പ്രധാനിയായിരുന്നു മാനവികതാവാദിയും എഴുത്തുകാരിയുമായ കസാന്ദ്രെ ഫെഡെലെ. തന്റെ രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പ്രശസ്തയായ കസാന്ദ്ര സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇറ്റലിയിലെ മാനവികതാവാദികളായ പ്രഭുക്കളുമായി കത്തുകളിലൂടെ ആശയവിനിമയം നടത്തിയ അവരുടെ പ്രസംഗങ്ങളും രചനകളും നിരവധി പ്രസിദ്ധീകരണങ്ങൾ അച്ചടിച്ച് പ്രചരിപ്പിച്ചു. പിൽക്കാലത്ത് നവോത്ഥാനം ഇറ്റലിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലെ സാഹിത്യത്തിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. അവിടങ്ങളിലും നിരവധി കൃതികൾ രചിക്കപ്പെട്ടു. അവ ഏതാന്ന് നോക്കാം. കൃതി, അവർ വന്ന രാജ്യം, ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇറാസ്മസില് കൃതി ഏതാ? ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഏതാ രാജ്യം? നെതർലാൻഡ്സ്. ജെഫ്രി ചോസർ കാൻഡർബറി കഥകൾ, ഇതാണ് അദ്ദേഹത്തിന്റെ കൃതി. ഇനി രാജ്യം ഇംഗ്ലണ്ട്. തോമസ് മൂർ ഉട്ടോപ്പിയ, അദ്ദേഹത്തിന്റെ കൃതിയാണ് ഉട്ടോപ്പിയ. രാജ്യം ഇംഗ്ലണ്ട്. മിഗ്വൽ ഡെ സെർവാന്തെ ഡോൺ കിക്കോട്ട് എന്ന് തോന്നുന്നു. രാജ്യം സ്പെയിൻ. ഫ്രാൻസെ റബലെ ഗാർഗൻഡുവയും പാൻഡഗ്രൂലും. രാജ്യം ഫ്രാൻസ്. നവോത്ഥാന കാലത്തെ സാഹിത്യരചനകളെ ജനകീയമാക്കുന്നതിൽ അച്ചടി സുപ്രധാന പങ്കുവഹിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ജർമ്മൻകാരനായ ജോഹന്നസ് ഗുട്ടൻബർഗ് ആയിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ അച്ചടിശാലയിലെ അച്ചടിയന്ത്രം ലോഹനിർമ്മിതവും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതുമായിരുന്നു. അച്ചടിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം അന്ന് വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും.